മണ്ണിനടിയിൽ ഏതാണ്ട് വെള്ളത്തിനടിയിൽ 12 അടി താഴ്ചയിൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് അവിടെ നിന്നാണ് ഇന്ന് കണ്ടെത്തിയത്. അത് തിരികെ ഇപ്പോൾ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഗംഗാവലിയുടെ അടിത്തട്ടിൽ അങ്ങനെ മണ്ണും ചെളിയും കൂടി മരക്കഷ്ണങ്ങളും വലിയ പാറകളും ഒക്കെ കൂടി രൂപപ്പെട്ട ഒരു മൺകൂമ്പാരം, അതിൻ്റെ അടിയിലായിരുന്നു അർജുനും അദ്ദേഹത്തിൻ്റെ ലോറിയും ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോറിയുടെ ക്യാബിൻ പ്രേക്ഷകർക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, അത് ഏതാണ്ട് ഒരു പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതിനകപ്പെട്ടു എന്നതാണ്, അർജുൻ അതിലകപ്പെട്ടു പോയി എന്നുള്ളതാണ് സംഭവിച്ചത്. ഒരുപക്ഷെ അർജുന് ആ ലോറിയുടെ ക്യാബിൻ തകർന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ ഒക്കെ സമയത്തോ, അല്ലെങ്കിൽ ഈ മണ്ണ് കരയിൽ ഈ ലോറിയുടെ മുകളിലേക്ക് വീണ ലോറിയും മണ്ണും ഒക്കെ ഒരുമിച്ചാണ് ആ പുഴയിലേക്ക് പതിച്ചത്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അതിൻ്റെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അർജുന് കഴിഞ്ഞിരുന്നുവെങ്കിൽ മറ്റൊന്നെങ്കിലുമൊക്കെ സംഭവിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യം, അത് അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഒന്നിനും അവസരമുണ്ടായില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ ലോറി അപ്പാടെ, അതിൻ്റെ ക്യാബിൻ അപ്പാടെ ആ മൺകൂമ്പാരത്തിലേക്ക്, ആ ജലോപരിതലത്തിൽ നിന്ന് ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നുപോയി. അങ്ങനെ നമ്മൾ 72 ദിവസമായി അർജുനെ തേടുകയാണ്. ജീവനോടെ തിരികെ വരും എന്നതിൻ്റെ സൂചനകൾ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ വാഹനത്തിൻ്റെ പ്രത്യേക ചില സാങ്കേതിക സൗകര്യങ്ങൾ, അർജുൻ്റെ ഫോൺ ഓണായിരുന്നു എന്നത് അത്തരം പ്രതീക്ഷാ നിർഭരമായിരുന്നു ആ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് തെരച്ചിലിന് വേഗം കൂട്ടണമെന്ന് എല്ലാ അധികൃതരോടും എല്ലാ അതോറിറ്റീസിനോടും ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുമ്പോഴും നമുക്ക് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അന്ന് ഗംഗാവലിയുടെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ 8 ഒക്കെ ആയിരുന്നു. ഒരു തരത്തിലും ഒരു മനുഷ്യൻ അവിടെ ഇറങ്ങി എന്തെങ്കിലും ഒന്ന് തിരയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ ജലോപരിതലത്തിന് താഴെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും പ്രതികൂലമായ കാലാവസ്ഥ, കോരിച്ചൊരിയുന്ന പേമാരി, വലിയ മഴക്കാലം അങ്ങനെ വീണ്ടും നീണ്ടു നിന്നു. അവിടെ മഴക്കാലം എന്ന് പറയുന്നത് ആഴ്ചകളോളം തുടർച്ചയായി മഴ പെയ്യുകയായിരുന്നു. വീണ്ടും ഗംഗാവലിയിൽ ജലനിരപ്പ് ഉയർന്നു. കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴ, അതിൻ്റെ കാഴ്ച പരിധി എന്ന് പറയുന്നത് 0-ൽ താഴെ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക്, മണ്ണിന് താഴെ എന്ന് വെച്ചാൽ ജലത്തിന് താഴെ മണ്ണിൻ്റെ നിറം മാത്രമായി എത്രയോ ആഴ്ചകൾ അങ്ങനെ പോയി. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രീനാഥ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, മൃതദേഹ ഭാഗങ്ങൾ കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അടുത്ത നടപടികൾ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ടോ ശ്രീനാഥ്? ശിരൂരിൽ മഴയാണെന്ന് തോന്നുന്നു. ഈ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ബോട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ ക്രെയിൻ ഏതായാലും ലോറിയെ തിരികെ പുഴയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ വലിച്ചു കയറ്റാനുള്ള സാധ്യതകൾ ഏതായാലും ഇപ്പോൾ കാണുന്നില്ല. മൃതദേഹം കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഏതായാലും ഇനിയിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ആംബുലൻസ് അടക്കം ഇവിടെ തയ്യാറായി നിൽക്കുന്നു. ഇന്ന് ഗംഗാവലി പുഴയിൽ അല്ലെങ്കിൽ ഈ ഉത്തര കന്നഡ മേഖലയിൽ കനത്ത മഴ പെയ്യും. ഹലോ 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 തുടരാം ശ്രീനാഥ്. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു, മഴ എന്ന പ്രവചനം. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗംഗാവലി പുഴയ്ക്ക് മുകളിൽ കാർമേഘം ഇരുളുന്നൊക്കെ നമ്മൾ ആശങ്കയോടെ കണ്ടിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അതിന് കാരണം ദൗത്യം അവസാനിക്കുമല്ലോ എന്നുള്ളതായിരുന്നു ആശങ്കയ്ക്ക് അടിസ്ഥാനം. അല്ലാതെ ഗംഗാവലി പുഴയിൽ മഴ പെയ്യുന്നതിന് നമുക്കെന്താണ്? ഇനി എന്തായാലും നമ്മുടെ ആശങ്കകൾക്ക് ഒക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇനി ഗംഗാവലി പുഴയിൽ മഴ പെയ്യുകയോ പെയ്യാതെ ഇരുന്നാൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലാതെ എന്തായാലും നമ്മൾ തേടിക്കൊണ്ടിരുന്ന ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. എന്താ ഒരു മഹി എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്, ഒരാൾക്ക് വേണ്ടി ഒരു ജനത ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഹൃദയവേദനയോട് ആദരാഞ്ജലികൾ സഹോദര എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അടുത്ത കാലത്ത് നമ്മൾ ഒരാൾക്ക് വേണ്ടി അത്രയധികം പ്രാർത്ഥനകൾ നടത്തിയിട്ടില്ല എന്ന് മഹി പറയുന്നത് ഏതാണ്ട് ശരിയാണെന്ന് തോന്നുന്നു. ഒരാൾക്ക് വേണ്ടി കേരളം ഒന്നാകെ പ്രാർത്ഥിച്ച കുറേയധികം ദിവസങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മുടെയും പ്രതീക്ഷകൾ പതിയെ അസ്തമിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടു. അപ്പോഴും ഉയരുന്ന ചോദ്യം, എവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരുത്തൻ ഒരു ലോറിയോടുകൂടി ഒരു പുഴയാഴത്തിലേക്ക് പോയിട്ട് അവൻ എവിടെ പോയി എന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ നിൽക്കുകയായിരുന്നു. അതിനുത്തരം അർജുൻ ജീവനോടെ തിരിച്ചു വരാനുള്ള സാധ്യത 0.00 പോലുമില്ല എന്ന് നമ്മൾക്കറിയുമ്പോൾ പോലും നമുക്ക് ആ ഉത്തരം കിട്ടണമായിരുന്നു. നമുക്ക് മാത്രമല്ല, അർജുൻ്റെ കുടുംബത്തിന് സ്പെസിഫിക്കായ ഉത്തരം കിട്ടണമായിരുന്നു. അവർ ആ ഉത്തരത്തിന് വേണ്ടി കാത്തുകാത്തിരുന്നു. ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ, ഒരു ദിവസം പോലും ഏതെങ്കിലും വാതിലിൽ മുട്ടൽ നിർത്താതെ ഈ ദിവസങ്ങൾ അത്രയും അർജുൻ്റെ സഹോദരി ഭർത്താവും അർജുൻ്റെ പിതാവും അമ്മയും ഒക്കെ ഈ ദിവസങ്ങൾ അത്രയും കാത്തുകാത്തിരുന്നു.
അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തി. ഡ്രഡ്ജർ കൊണ്ടുവരാൻ ഉള്ള പ്രശ്നം, ഈ സാമ്പത്തികമായ ഒരു പ്രശ്നം പറയുമ്പോൾ കർണാടകയിൽ പോയി അവിടുത്തെ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അതിൻ്റെ ഫണ്ടിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുന്നുണ്ട്. മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ ഈ ദിവസങ്ങളിൽ അത്രയും, ഈ പറയുന്ന 70 ദിവസങ്ങളിൽ അത്രയും മനാഫ് നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. അതിനിടയിൽ അദ്ദേഹം അവിടെ വലിയ പനി പിടിച്ച് കിടന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഈ ദിവസങ്ങൾ അത്രയും അവിടെ തന്നെയുണ്ട്. നമ്മളോട് സംസാരിച്ച് കുറേ കഴിയുമ്പോൾ വിതുമ്പുന്ന ഒരു ലോറി ഡ്രൈവർ മനാഫിനെ ആദ്യ ദിവസങ്ങളിൽ അവിടെ പോയി നിൽക്കുമ്പോൾ, നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയി നിൽക്കുമ്പോൾ കണ്ട ഒരു മനാഫിനെയൊക്കെ നന്നായി ഓർക്കുന്നു. അതിനുശേഷം വിതുമ്പലും കരച്ചിലുമൊക്കെ മാറി മനസാന്നിധ്യം വീണ്ടെടുത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരനെ, പ്രിയ ജോലിക്കാരൻ എന്നുള്ള നിലയ്ക്ക് മനാഫ് അർജുനെ കണ്ടിട്ടേ ഉണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പ്രേക്ഷകർ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ഗംഗാവലി പുഴയിൽ നിന്നും ഈ ലോറി എന്തായാലും ഇനി അത് കരക്കിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ് ഇനിയും അത് ഹെർക്കൂലൻ ടാസ്ക്കാണ്. അതിനിപ്പോൾ ഉണ്ടാകുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ആംബുലൻസ് അവിടെ കരയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ശരീരം അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം DNA പരിശോധന, അതിൻ്റെ ബാക്കി പ്രൊസീജിയറൽ കാര്യങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. സതീഷ് കൃഷ്ണസെയിൽ എന്ന് പറയുന്ന കാർവാർ MLA ആ ദിവസങ്ങളിൽ ഒക്കെ ആദ്യഘട്ടത്തിലുണ്ടായ ഒരു വിമർശനത്തിൻ്റെ തുടർച്ചയിൽ, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ സംവിധാനങ്ങളൊന്നും ആക്റ്റീവ് ആവുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഈ മഴ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹങ്ങൾ കരയിലേക്ക് എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുന്നുണ്ടോ? എന്തായാലും ഈ ലോറി അടിയന്തര സ്വഭാവത്തിൽ കരയിലേക്ക് എത്തിക്കാൻ ഒരു പ്രയോറിറ്റി ആവില്ലല്ലോ അല്ലേ ശ്രീനാഥ്? അങ്കോല മെഡിക്കൽ ആശുപത്രിയിലേക്ക് ഉടൻ മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റുമെന്നൊരു വിവരം കൂടിയുണ്ട്. ശ്രീനാഥ്, തുടരാം. അല്പസമയത്തിനകം മൃതദേഹാവശിഷ്ടങ്ങൾ കരയിലെത്തിക്കും. തുടർന്ന് അങ്കോളയിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റും. അതിന്റെ നടപടിക്രമങ്ങൾ നിയമപരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് പതിയെ കരയിലേക്ക് തള്ളി നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ടഗ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രെയിൻ ഇരിക്കുന്ന ആ ഒരു പ്രതലം അത് കരയിലേക്ക് ഇപ്പോൾ നീക്കി പതിയെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ ലോറി ഇപ്പോൾ തന്നെ കരയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ഇപ്പോൾ നടക്കുന്നത്. അത് നേരിട്ട് പൊക്കി എടുത്ത് പൂർണ്ണമായി തന്നെ മുകളിലേക്ക് എടുത്തു മാറ്റുക അത് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് ക്യാബിൻ ഭാഗം മാത്രമാണ് ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ടുള്ളത്. പിന്നീട് ഈ ടഗ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രെയിന് കരയിലേക്ക് പതിയെ തള്ളി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഒരുപക്ഷെ കരഭാഗത്തേക്ക് ഈ ലോറി കയറ്റാനുള്ള ശ്രമവും ഉണ്ടായേക്കും. ഈ പ്രതലത്തിൽ ഇപ്പോൾ ഈ ക്രെയിനുള്ള പ്രതലത്തോട് ചേർന്ന് തന്നെയാണ് അർജുൻ്റെ മൃതദേഹമുള്ള ബോട്ടും ഇപ്പോൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഈ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ആംബുലൻസ് അടക്കം ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ നടപടികൾ പൂർത്തിയാവുകയാണെങ്കിൽ മൃതദേഹം കരയിലേക്ക് കയറ്റി ആംബുലൻസിൽ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റും. ഇപ്പോൾ ഗംഗാവലിയിൽ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ റെഡ് അലേർട്ട് ആകും, ഇന്നടക്കം കനത്ത മഴ പെയ്യും എന്നതായിരുന്നു കാലാവസ്ഥാ പ്രവചനം. ഏതായാലും തെരച്ചിൽ അതിൻ്റെ ദൗത്യം പൂർത്തിയാകും വരെ ഇന്നലെയും ഇന്നും മഴ മാറി നിന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇന്നിപ്പോൾ ദൗത്യം പൂർത്തിയാകുന്നു, മൃതദേഹം കണ്ടെത്തുന്നു, അർജുൻ്റെ ലോറി ഇപ്പോൾ കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആ ഘട്ടത്തിൽ പ്രകൃതി ഒരുപക്ഷെ കരയുന്നത് കണക്കെ ഇപ്പോൾ ഇങ്ങനെ മഴ ഗംഗാവലിയുടെ തീരത്ത് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ലോറി ഏതാണ്ട് കരയ്ക്ക് അടുത്തേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. ഒപ്പം മൃതദേഹം വെച്ചിട്ടുള്ള ബോട്ടും ഈ പ്രതലത്തോടൊപ്പം തന്നെ ഇങ്ങോട്ട് കരയിലേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാർവാർ MLA ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഈ ക്രെയിനിന് തൊട്ടടുത്ത് തന്നെ ഈ ബാർജിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ക്രെയിൻ എങ്ങനെയായിരിക്കും കരയിലേക്ക് കയറ്റാനുള്ള നടപടികൾ അതൊക്കെ തന്നെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമം ഏതായാലും ഗംഗാവലിയുടെ തീരത്ത് നടക്കുന്നുണ്ട്. ഏതാണ്ട് 72 ദിവസത്തോളം കാത്തിരുന്ന ആ ഒരു വലിയ ദുരൂഹതയ്ക്ക്, വലിയ ചോദ്യത്തിന് ഇങ്ങനെ ഒരു പര്യവസാനം ഉണ്ടാകും എന്നത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. ഇന്ന് ഉച്ചയോടെ ഏതാണ്ട് ഈ ലോറി തന്നെ എന്ന് ഉറപ്പിച്ചതാണ്. പിന്നീട് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളടക്കം കാത്തിരുന്നത്. അതാണ് അതിൻ്റെ ശരിയും. അങ്ങനെ പിന്നീട് വൈകിട്ടോടെ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കാർവാർ MLA അടക്കം എത്തി ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിൽ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ലോറി തന്നെയെന്നും അതിനുള്ളിൽ മൃതദേഹം ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് അന്തിമഘട്ടത്തിലേക്ക് കടന്നത്. അതുവരെ ഈ ലോറിയിൽ ക്രെയിനിങ്ങിനെ ഘടിപ്പിച്ച് ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് പിന്നീട് പതിയെ ക്രെയിൻ മുകളിലേക്ക് ഉയർന്നത്. ഏറെ ശ്രമകരമായ ജോലിയായിരുന്നു. പലവട്ടം ശ്രമിച്ചതിന് ശേഷം മാത്രമാണ് ലോറി മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചത്. ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹവും കണ്ടു. പിന്നീട് മൃതദേഹം പുറത്തെടുക്കുക എന്നതായിരുന്നു ആദ്യ പരിഗണന. അതിനുള്ള ശ്രമം. സാധാരണഗതിയിൽ ഡോറ് തുറന്ന് മൃതദേഹം
മൃതദേഹം എടുക്കുക ഒന്നും തന്നെ പ്രായോഗികമായിരുന്നില്ല. കാരണം ക്യാബിൻ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് ചതഞ്ഞരഞ്ഞ നിലയിലാണ് ഉള്ളത്. അതിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുത്തു. ഇത്രയും ദിവസമായതുകൊണ്ട് സ്വാഭാവികമായും അത് അഴുകി തുടങ്ങിയ അവസ്ഥയിലുമായിരുന്നു. അങ്ങനെ ആ നിലയിൽ മൃതദേഹം പുറത്തേക്ക് എടുത്ത് ബോട്ടിലേക്ക് മാറി. ഇപ്പോൾ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൃതദേഹം മൂടി വെച്ചിരിക്കുന്നു. അതിനുശേഷം ലോറി പിന്നീട് വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു. അതിനുശേഷം ഹുക്ക് മാറ്റി ഘടിപ്പിച്ച ശേഷം വീണ്ടും പൊക്കി ഇപ്പോൾ ഈ ക്രെയിൻ അപ്പാടെ കരയിലേക്ക് ടഗ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് നീക്കുന്ന നടപടിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ ഇപ്പോൾ ഒരല്പം മാറി നിൽക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ മൃതദേഹം കരയ്ക്കെത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. പിന്നീട് ആംബുലൻസിലേക്ക് അത് മാറ്റണം, ആശുപത്രിയിലേക്ക് മാറ്റണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടക്കമുള്ള DNA അടക്കമുള്ള ടെസ്റ്റുകൾ ഒരുപക്ഷെ ഈ കാര്യത്തിൽ നടത്തേണ്ടി വരും. ഒരുപക്ഷെ അതാണ് അതിൻ്റെ നടപടിക്രമമെങ്കിൽ അത്തരം നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കും. ഞാനിപ്പോൾ ജിതിനുമായി സംസാരിച്ചിരുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് MK രാഘവൻ MP-യുടെ ഓഫീസുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചതിന് ശേഷം ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നതാണ് കുടുംബത്തിന് ഈ കാര്യത്തിൽ ഇതുവരെ അറിയാനുള്ള കാര്യം. ഇപ്പോൾ ലോറി കൂടുതൽ മുകളിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ക്യാബിൻ ഒരല്പം കൂടി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. പുറകോട്ടുള്ള ഭാഗം അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. വെള്ളത്തിനടിയിൽ വെള്ളം ഏതാണ്ട് കലങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. താഴേക്കുള്ള കാഴ്ചകളൊന്നും തന്നെ ഇപ്പോൾ കിട്ടുന്നുമില്ല. ഇത് പതിയെ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമം ഏറെ ശ്രമകരമായ ജോലിയാണ്. ആ ജോലി ഇപ്പോൾ ഇവിടെ നടക്കുന്നു. പ്രതീക്ഷിച്ച വാർത്തയെങ്കിലും പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായതാണെങ്കിലും ഈ അർജുന്റെ മൃതദേഹം പുറത്തേക്ക് വരുന്ന ആ നിമിഷം അത് എന്താണ് എന്നതിനെ കുറിച്ച് ആരെങ്കിലും പ്രതികരിക്കുമോ?